നമസ്കാരം. ക്രോസ് ടോക്കിലേക്ക് സ്വാഗതം. ക്രോസ് ടോക്കിലെ ഈ ആഴ്ചത്തെ അതിഥി പ്രമുഖ മാധ്യമ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തനമായ ശ്രീ ആൻഡോ അക്കരയാണ്. നമസ്കാരം, സ്വാഗതം. കഴിഞ്ഞ 11 വർഷങ്ങൾ ഒരു വലിയ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ദിനങ്ങളായിരുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു കാണ്ടമാലിനെ? അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിശബ്ദരായ കാട്ടിലെ മനുഷ്യരെ, അതിൽ 60% ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാവങ്ങളെ മർദ്ദിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു 81 വയസ്സുള്ളൊരു സ്വാമി, ലക്ഷ്മണാനന്ദ സരസ്വതി. ആളെ ജന്മാഷ്ടമി രാത്രി കൊല്ലുന്നു. അത് കഴിഞ്ഞ് ആളുടെ ഡെഡ് ബോഡി എടുത്ത് ഘോഷയാത്രയാണ്, വിലാപയാത്രയല്ല, ഘോഷയാത്രയാണ്. ഓരോ പള്ളിയുടെ മുന്നിൽ നിർത്തി പള്ളികൾ കത്തിച്ച് കണ്ടമാലിൽ ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു, അതുകൊണ്ട് കണ്ടമാലിൽ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കെട്ടുകഥ പരത്തി ക്രിസ്ത്യാനികൾക്കെതിരെ സംഘടിത അക്രമം നടത്തി. അതിൻ്റെ ഫലമായിട്ട് 100ഓളം ക്രിസ്ത്യാനികളെ ജീവനോടെ ചുട്ടുകരിച്ചു, വെട്ടി നുറുക്കി കുഴിച്ചു മൂടി. 300 പള്ളികളും 6000 ക്രിസ്ത്യൻ വീടും 56,000 പേര് ഭവനരഹിതരായിട്ട് കിടന്നു. അപ്പോൾ ഞാനൊരു ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് കണ്ടമാലിൽ കാലുകുത്തിയത്. നമ്മൾ പലയിടത്തും അങ്ങനെ ചെന്നതാണ്. പിന്നീട് ഞാൻ 3ാമത്തെ തവണ കണ്ടമാലിൽ ചെന്നപ്പോൾ 2008 ക്രിസ്മസിന് ഈ അക്രമം തുടങ്ങി 4 മാസത്തിന് ശേഷം 26,000 പേര് അന്നും കണ്ടമാലിലെ കാട്ടുകളിൽ അഭയാർത്ഥികളാണ്. അപ്പോൾ ഒരു ക്യാമ്പിൽ, അഭയാർത്ഥി ക്യാമ്പിൽ കളക്ടർ കേക്ക് കട്ട് ചെയ്യാൻ വരികയാണ്, ക്രിസ്മസ് കേക്ക്. കളക്ടർ പോകുന്ന നേരത്തെ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാണ്, നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് നല്ല കാര്യം, പക്ഷേ എന്തുകൊണ്ട് ഈ കൊലപാതകങ്ങൾ FIR ഫയൽ ചെയ്യുന്നില്ല, കേസ് ഫയൽ ചെയ്യുന്നില്ല? അപ്പോൾ കളക്ടർ പറഞ്ഞ പരിപാടി ദീസ് ആർ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, ഇതൊക്കെ കെട്ടിച്ചമച്ച കെട്ടുകഥയാണെന്നാണ്. ഞാൻ പറഞ്ഞു അത് നല്ല ഭാഷയല്ല, ഒരു ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. പറഞ്ഞു മൈൻഡ് യുവർ ലാംഗ്വേജ്, ഇത് ഇത്രയും വളരെ ഇൻസെൻസിറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റണേ? കാരണം എനിക്ക് തന്നെ 5 കൊലപാതകങ്ങൾ അറിയാം, ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് അറിയാവുന്ന എല്ലാ വിത്ത് ഡീറ്റെയിൽസ്. അപ്പോൾ കളക്ടർ പറഞ്ഞു എന്നാൽ തെളിവ് തന്നാൽ ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് താമസിക്കാനൊന്നും പറ്റില്ല, നമ്മൾ ഡൽഹി ബേസ്ഡ് ഇൻ്റർനാഷണൽ മീഡിയയിൽ സൗത്ത് ഏഷ്യ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ ഞങ്ങൾക്ക് തെളിവില്ല, ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വാശിക്ക് ഞാനൊരു ബുക്ക് എഴുതി. ബുക്ക് എഴുതുന്നത് ഉദ്ദേശിച്ചിട്ടല്ല, ഈ കൊലപാതകങ്ങൾ തെളിയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കണ്ടമാൽ എ ബ്ലോട്ട് ഓൺ ഇന്ത്യൻ സെക്കുലറിസം, കണ്ടമാൽ ഭാരതത്തിൻ്റെ മതേതരത്തിനൊരു കളങ്കം, അത് റിലീസ് ചെയ്തത് ഇന്ത്യയുടെ ഏറ്റവും പത്രപ്രവർത്തനത്തിൻ്റെ ചക്രവർത്തി എന്ന് പറയുന്നത് പാട്രിയാർക്ക് ഓഫ് ജേർണലിസം കുൽദീപ് നായരാണ്, സ്വാമി അഗ്നിവേഷ്, അവരെല്ലാം വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വലിയ വാർത്തയായി. പിന്നീട് അതിൽ പാർലമെൻറ്റിൽ പോലും അതിനെക്കുറിച്ച് ചർച്ചയായി. ബുക്ക് ആ പുസ്തകമാണ് ഒരുപക്ഷെ ഈ കാണ്ടമാലിനെ പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്തത് പറയുന്നത്. അപ്പോൾ അതിൽ സംഭവിച്ചതാണ് ഈ നമ്മുടെ ഇന്നത്തെ മാധ്യമരംഗത്തുള്ളൊരു പ്രവണത. ബ്ലഡ് ഷെഡ് നിന്നാൽ രക്തപ്പുഴ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരഞ്ഞു. പിന്നെ കണ്ടമാൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് എത്താവുന്നൊരു സ്ഥലമല്ല. അന്ന് ഭുവനേശ്വറിൽ നിന്ന് 8 മണിക്കൂർ, മിനിമം 8 മണിക്കൂർ ഊടുവഴി പോലുള്ള പൊട്ടിത്തകർന്ന റോഡുകളിലൂടെ പോയാൽ മാത്രമേ കണ്ടമാൽ കാട്ടിലെത്തുള്ളൂ. അപ്പോൾ ആരും ഒരിക്കൽ പോയിട്ട് രണ്ടാമതും കൊണ്ട് പോകില്ല, അവിടെ വെള്ളമെല്ലാം അത്രയും എന്താ പറയുക ബാക്ക്വേർഡായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ തീരെ അറ്റൻഷനില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം കൂടി ഇതൊരു കവറപ്പായിരുന്നു, ടോട്ടൽ കവറപ്പ്. അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ബുക്ക് ഇറങ്ങിയത് വലിയ സെൻസേഷനായി, പാർലമെൻറ്റിൽ ചർച്ചയായി. അവിടെ ഞാൻ ബുക്ക് ഇറങ്ങി 3 ആഴ്ചക്കുള്ളിൽ ഒറീസ ഗവൺമെൻറ് ഞാൻ പറഞ്ഞ 5 കൊലപാതകങ്ങളും അംഗീകരിച്ചു. ഓരോ കുടുംബത്തിനും 5 ലക്ഷം വെച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. 5 കൊലപാതകങ്ങൾക്ക് അംഗീകരിച്ചു. ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും ഒഫീഷ്യലി പറയുന്നത് 52 പേര് കണ്ടമാലിൽ കൊല്ലപ്പെട്ടു. 52 പേര് പറയുന്നത് ആരാണ്? 38 ക്രിസ്ത്യാനികളും 4 പോലീസുകാരും, സ്വാമിയുടെ ആശ്രമത്തിൽ 5 പേരെ വെടിവെച്ച് കൊന്നിരുന്നു, സ്വാമിയടക്കം. അവിടെ കൊല്ലപ്പെട്ടവർ CRPF, പിന്നെ പോലീസിനെ ആക്രമിച്ചപ്പോൾ CRPF വെടിയേറ്റ് മരിച്ചു. അങ്ങനെ 52 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോഴും ഒഫീഷ്യൽ കണക്ക്. സഭയുടെ കണക്ക് 100ഓളം, ചിലർ പലതരത്തിൽ പറയുന്നു, പക്ഷേ 100ഓളം എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം മുറിവേറ്റ് അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചവരുണ്ട്, ആശുപത്രിയിൽ മരിച്ചവരുണ്ട്. ഇതൊന്നും FIR പോലീസ് കൊല്ലപ്പെട്ടതായിട്ട് കണക്കിൽ വന്നിട്ടില്ല. പക്ഷേ ഈ സ്വാമി മരിച്ചതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ 7 പേർ ജയിലിൽ, 11 വർഷം, നീതി നിഷേധിക്കപ്പെട്ട 11 വർഷങ്ങൾ. അതൊരു കെട്ടുകഥയാണ്. എൻ്റെ പുസ്തകം സ്വാമിയെ കൊന്നതാര്, ഹൂ കിൽഡ് ദ സ്വാമി എന്നുള്ള മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് ആമുഖം എഴുതിയത് സച്ചിദാനന്ദൻ സാറാണ്, കവി. അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കെട്ടുകഥയിൽ നിന്ന് സത്യത്തിലേക്ക്. ഈ കെട്ടുകഥ എന്താണ്? ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു, അതുകൊണ്ട് ഹിന്ദുക്കൾ പ്രതികരിച്ചു എന്നുള്ളൊരു കെട്ടുകഥയാണ്. ഈ കെട്ടുകഥയിൽ പോലായിട്ട് ക്രിസ്ത്യാനികൾ കൊന്നു എന്ന് പറഞ്ഞെങ്കിൽ ആരാണ് ജയിലിൽ കിടക്കേണ്ടത്? ക്രിസ്ത്യാനികൾ ജയിലിൽ കിടക്കണം. അപ്പോൾ സ്വാമിയെ കൊല്ലും മുന്നേ ക്രിസ്ത്യാനികൾ കൊന്നു എന്ന് എല്ലാ തെളിവുകളും ഉണ്ടാക്കി ഉടൻ തന്നെ ഒരു 3 പേര്, ഓർക്കുക, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള 3 പേര് ഒരു ബസ് യാത്രയിൽ പോവുകയാണ്. 13 വയസ്സായ അനാഥൻ, ട്രൗസർ ഇട്ട് പോകുന്ന 13 വയസ്സായ ഒരു അനാഥൻ കൂടിയുണ്ട്.
അവനൊരു ക്ലീനറുടെ ബസ്സിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവരെ അവിടെ അക്രമം തുടങ്ങിയപ്പോൾ അവരിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അവരെ പിടിച്ച് അവരെന്ത് ചെയ്തു, അവരുടെ ബാഗ് കാലിയാക്കി അതിലൊരു ബൈബിൾ ഇട്ടു, അതിലൊരു കത്തിയും വെച്ച് കറുത്ത തുണി ഇട്ടിട്ട് പറഞ്ഞു സ്വാമിയുടെ കൊലപാതകരെ ആയുധങ്ങളും മുഖംമൂടിയും വെച്ച് പിടികൂടിയെന്നാണ് പ്രസ് റിലീസ്. സ്വാമിയെ കൊന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞത് പോലീസല്ല, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിരുന്ന പ്രവീൺ തൊഗാഡിയായിരുന്നു. അപ്പോൾ കണ്ടമാൽ കെട്ടുകഥ അവിടെ തുടങ്ങുന്നു. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്ത് വേറെ 4 പേരെയും തല്ലിച്ചതച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 40 ദിവസം അവരെ ജയിലിൽ വെച്ചു. പോലീസ് കസ്റ്റഡിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ വെച്ച് ഇത് തെളിയിക്കാനല്ല, ഒരു കെട്ടുകഥ പോലെ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, 40 ദിവസം കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു, അഫിഡാവിറ്റ്. എന്താണ്, ഭയം കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയതാണ്. അത് കഴിഞ്ഞ് പോലീസ് അവരെ വിട്ടിട്ട് വേറെ 7 പേരെ പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഈ 2ാം ബാച്ചാണ് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ജയിലിൽ കിടന്നിരുന്നത്. ഈ 2ാം ബാച്ചിലാണ് ഒരു മനോദൗർബല്യമുള്ള ആളടക്കമുള്ള ആൾ വന്നത്. മനോദൗർബല്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രായം അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ജയിലിൽ പോയിട്ടും വളരെ അടുത്ത് കണ്ട് എനിക്ക് വളരെ ദയനീയ അവസ്ഥ തോന്നി. ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വികൃത രൂപമാണ് ഈ ഒരു സാമാന്യ ബുദ്ധി വളർച്ച പോലുമില്ലാത്ത ഇല്ലിറ്ററേറ്റുള്ള ഒരു മനുഷ്യനെ 11 കൊല്ലം ജയിലിൽ വെച്ച് 2 ജഡ്ജിമാർ മാറി. ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിലെ 2 ജഡ്ജസ്മാരെ മാറ്റി, ട്രാൻസ്ഫേർഡ്. അതിലൊരു വേറൊരു വാക്കില്ല. കാരണം ജഡ്ജി തന്നെ ഓപ്പൺ കോടതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ജയിലിൽ വെച്ചിരിക്കുന്നത് ജഡ്ജി ചോദിക്കുമ്പോൾ ജഡ്ജിൻ്റെ ട്രാൻസ്ഫർ, കോടതി അടച്ച്. പിന്നെ ഇതൊക്കെ ഈ കെട്ടുകഥ കെട്ടി ചമച്ച ക്രൈംബ്രാഞ്ച് എസ് പിക്ക് പോലീസ് മെഡല്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആദ്യമായിട്ട് ഈ 7 പേരെ പ്രതികളെ കാണുന്ന ഒരവസരം? അതൊരു ഇംഗ്ലീഷ് മൂവി സീനാണ്. കാരണം ഞാൻ പോയി പറഞ്ഞ് ഇങ്ങനെ വെറുതെ തുടങ്ങിയത് നമ്മൾ കളക്ടറായിട്ട് തുടങ്ങിയിട്ടാണ്. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് തോന്നി ഇവർ ആരും ഒന്നും ചെയ്യാത്തൊരു വളരെ ദയനീയ അവസ്ഥ. അവിടെ വേണ്ടത്ര കാര്യമായിട്ട് പ്രവർത്തിക്കേണ്ടവർ പോലും മാറി നിന്നൊരു ദയനീയ അവസ്ഥയായിരുന്നു. അത് വളരെ ദയനീയമാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ടെമ്പറമെൻ്റ് അതാണ്. ഞാൻ അതുകൊണ്ടാണ് LLB ഒക്കെ ചെയ്തത്. ഞാൻ ഡൽഹിയിൽ സെൻറ്റ് തോമസ് കോളേജിൽ MA കഴിഞ്ഞ് ലെക്ചറായിട്ട് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാതിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യുന്നത് അതുകൊണ്ട് ആയിട്ടോണ്ടോ എനിക്ക് പോലും അറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷേ ഒരിക്കലും ഇത് നിർത്താൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ചെന്നപ്പോൾ ഒരു 2011 ആദ്യം ഒരിക്കൽ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നൊരു വക്കീൽ, മലയാളി വക്കീലാണ്, ഒരു ബ്രദർ മാർക്കോസ്, ഒരു മോൺഫോർട്ട് ബ്രദറാണ്. ആ ബ്രദർ പറഞ്ഞു ഈ ജയിലിൽ കിടക്കുന്ന ഒരു പാവങ്ങൾ നിരപരാധികളാണ്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഇവരൊന്ന് കാണണം. അങ്ങനെ അവരുടെ ഹിയറിങ്ങിന് ഞാൻ ആ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ചെന്നു. അപ്പോൾ ഇവരെ അവിടെ കൊടുന്ന് ഇരുത്തിയിട്ട് പാവങ്ങൾ ചങ്ങലയിട്ട് ഇരുത്തിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ ചെയ്യും. നമ്മൾ കോടതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തെടുക്കാനായിട്ട് വൈകുന്നേരം നമ്മൾ ടൈമൊക്കെ ചോദിച്ചു കറക്റ്റ് വലിയ നമ്മുടെ പ്രൊഫഷണൽ ക്യാമറയൊക്കെ കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവരെ പുറത്ത് കൊണ്ടുവരുന്ന ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നൊരു സീനാണ്. കാരണം ഈ 7 പേരെ കൂട്ടച്ചങ്ങലയിട്ട് AK-47 പിടിച്ച് 2 സൈഡിൽ AK-47 പിടിച്ചിട്ട് കൂട്ടച്ചങ്ങലയിട്ടിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ ആ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴേക്കും ഇവിടെ പറന്ന് പോലീസുകാർ വന്ന് എൻ്റെ ക്യാമറയെ ആദ്യം ലെൻസ് ബ്ലോക്ക് ചെയ്തു, എന്തും തള്ളൊക്കെയായി. അന്ന് ഞാൻ തീരുമാനിച്ചു ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയൊരു ക്യാമ്പയിനാണ്. അപ്പോൾ പിന്നെ നമ്മളിതിൻ്റെ പിന്നിലെ തെളിവുകൾ അന്വേഷിച്ച് അവസാനം നമ്മൾ ഈ സാധാരണ മാധ്യമ പ്രവർത്തകർ ഒരു സെൻസേഷണലായ ഒരു വിഷയം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകും. അതൊരു സാധാരണഗതിയിലാണ്. പക്ഷേ ഇത്രയധികം കാലയളവിൽ, ഇത്ര നീണ്ട കാലയളവിൽ ഒരു സംഭവത്തിന് വേണ്ടി പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണോ? അതൊരു സ്വാഭാവികമല്ലായിരിക്കും. എനിക്ക് തോന്നി ഞാൻ ചെയ്തു. ദാറ്റ്സ് ഓൾ. പിന്നെ വേറൊരു കാര്യം ഇതാണ്, നമ്മൾക്കൊരു ബോധ്യമാണ് ഈ ചരിത്രത്തിലൊക്കെ ഉള്ളിലൊരു മനുഷ്യാവകാശ പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോ ഡൗട്ട്, ഷുവർലി. കണ്ടമാലിന് നീതി ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോൾ പക്ഷേ നിരപരാധികൾക്ക് പുറത്തിറങ്ങാൻ ജാമ്യമായിട്ടുള്ളൂ. യുദ്ധം തുടരുന്നു. ഇത് തുടക്കമാണ്. കാരണം ഇപ്പോഴും ആരാണ് ഒറീസ ഹൈക്കോടതിയുടെ മുന്നിൽ ഇവരിപ്പോഴും കുറ്റവാളികളാണ്, കൊലപാതകികളാണ്. 6 വർഷമായിട്ട് ഈ ആൾക്കാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നൊരു വിധിയാണ്. അത് വായിച്ചാൽ ആർക്കും മനസ്സിലാവും. നമ്മുടെ സുപ്രീം കോടതിയിലൊരു ടോപ്പ് ജഡ്ജ് തന്നെ എന്നോട് പറയുകയാണ് ഇത് ജഡ്ജ് എഴുതിയ വിധിയല്ല, പുറത്ത് എഴുതിയതാണെന്ന് പറയുന്ന ഒരു വിധി 6 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഒറീസ ഹൈക്കോടതി അപ്പീൽ കൺസിഡർ ചെയ്യാതെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നു? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായ കരങ്ങളുണ്ട്. ഇനിയിപ്പോഴെന്താണ് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അവരെ ഞങ്ങൾ ചെയ്തതാണ്. ഒറീസയിലെ ഗാന്ധി, പ്രഫുല്ല സാമന്ത്ര, നമ്മുടെ ഓരോ സംസ്ഥാനത്തും ഓരോ വിഭവം നമ്മളൊക്കെ പോലെ വായനാശീലമുള്ളവർക്കൊക്കെ അറിയാം. പോസ്കോ, കൊറിയൻ സ്റ്റീൽ കമ്പനിയെ ഒറീസയിൽ നിന്ന് കെട്ടിച്ചത് പ്രഫുല്ല സാമന്ത്ര എന്ന് പറയുന്നൊരു സാമൂഹിക പ്രവർത്തനമാണ്. ഒറീസയിലെ ഗാന്ധി എന്നാണ് പലരും പറയുന്നത്.
ഈ പ്രഫുല്ല സാമന്തരെ തന്നെയാണ് വേദാന്തയുടെ നയാഗ്രി ഹിൽസിലെ അലുമിനിയം പ്ലാന്റും ഒരു മൈനിങ്ങും സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. അദ്ദേഹത്തിന് ഗോൾഡ്മാൻ പ്രൈസ് ഫോർ എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് നൊബൽ പ്രൈസ്, ഗ്രീൻ നോബൽ എന്നാണ് അറിയപ്പെടുന്നത്, അത് കിട്ടിയ മനുഷ്യനാണ്. അദ്ദേഹമൊക്കെ തുടക്കം തൊട്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ബുക്കിൻ്റെ സ്വാമിയെ കൊന്നതാര്, ഹൂ കിൽഡ് ദ സ്വാമി എന്ന ബുക്കിൻ്റെ ഒറിയ ട്രാൻസ്ലേഷൻ ആമുഖം എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹവും അതുപോലെ പല മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ കൂടി ഞങ്ങൾ ഈ നിരപരാധികളെ ഒറിയ മീഡിയ മാധ്യമത്തിൻ്റെ മുന്നിൽ നിർത്തി. പക്ഷേ അവരെ കൊണ്ടൊന്നും വായ തുറന്നില്ല. കാരണം അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇഷ്യൂ ആണ്. അവരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാതെ അവരെ സ്പെക്ടേറ്ററായിട്ട് ഇരുത്തി നമ്മൾ ആ സിനിമ കാണിച്ചു, നിരപരാധികൾ തടവറയിൽ നിന്നുള്ള ഒഡിയോ വെർഷൻ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു കഴിഞ്ഞ 12-ാം തീയതി ഡിസംബർ 12-ന് ബെരാംപൂരിൽ വെച്ച്. അതിൻ്റെ തീം എന്താണ്? ഇതുവരെ നമ്മൾ release7innocence.com കണ്ടമാലിലെ നിരപരാധികളെ വിട്ടയക്കുക എന്നുള്ള ഓൺലൈൻ ക്യാമ്പയിൻ്റെ ഫോക്കസ് മാറുകയാണ്. ഇപ്പോൾ നിരപരാധികൾ ഇപ്പോൾ പുറത്താണ്. അപ്പോൾ വിട്ടയക്കുക എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഞാൻ ആ വേർഡ് മാറ്റി, റിലീസല്ല, ജസ്റ്റിസ് ഫോർ 7 innocents ഓഫ് കണ്ടമാൽ. അവർക്കിനി നീതി കിട്ടണം. നീതി കിട്ടണമെങ്കിൽ ഒന്നാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരെ അക്വിറ്റ് ചെയ്യണം, അവരെ കുറ്റവിമുക്തരാക്കണം. പിന്നെ അതിൻ്റെ പലതും മുന്നോട്ടുണ്ട്. അല്ലെങ്കിൽ കുറ്റവിമുക്തരാക്കുന്നതിനുള്ള തെളിവുകളുടെ ശേഖരണത്തിലാണോ താങ്കൾ? തെളിവുകളൊന്നും ഇനി ആവശ്യമില്ല. എല്ലാ തെളിവും ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഹൂ കിൽഡ് ദ സ്വാമി എന്നുള്ള ബുക്കിൽ വളരെ ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ ഒറീസയിലെ നമ്പർ 1 പത്രമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മനോരമ, മാതൃഭൂമിയെ പോലെ നമ്പർ 1 പത്രമാണ് സംവാദ് എന്ന് പറഞ്ഞ വാർത്ത. ഒരു സംവാദം എന്നാണ് ഒഡിയയിൽ പറയുന്നത്. അവരെഴുതിയ ഞങ്ങളുടെ ബുക്ക് റിലീസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ജനങ്ങളെ വിഡ്ഢികളാക്കി, ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നുവന്ന് കെട്ടുകഥ പരത്തി ഹിന്ദുക്കളെ എന്താ പറയുക ഇൻസൈറ്റ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് അക്രമം നടത്തി. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ വിഡ്ഢികളാക്കി. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കി എന്ന് കണ്ടമാലിലെ ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഹമേ ഉല്ലു ബനായ. എന്നിട്ടും ഹൈക്കോടതി ഈ കേസിൻ്റെ അപ്പീൽ എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു നാണക്കേടാണ്. ഇനി വേണ്ടത് എന്താണ്? ജഡ്ജ് വക്കീലുമാരെ വിളിച്ച് ഒരു വിചാരണ നടത്തി കേസ് അവസാനിപ്പിക്കുക വേണ്ടു. ഈ വിചാരണ പോലും നീണ്ടുപോകുന്നതാണ്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദയനീയ അവസ്ഥ. പൊതുവിൽ ഈ അവിടുത്തെ ഒരു പ്രാദേശികമായ ആളുകളുടെ ഒരു പ്രതികരണം ഈ ഒരു കേസിനോട്, അല്ലെ താങ്കൾ ചെല്ലുമ്പോഴൊക്കെ ഉള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് എല്ലാം ഹിന്ദു ഫ്രണ്ട്സാണ്. ഇപ്പം ഞാൻ അവിടെ ഒറീസയിലുള്ളവർക്ക് മുഴുവൻ അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഗുഡ്ഗാവിലൊരു വലിയ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അവിടെ അതൊരു വലിയൊരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഓഡിയൻസിന് ഈ ഇഷ്യൂ പറയാനായിട്ട് പോയതാണ്. എനിക്ക് ക്രിസ്ത്യനും ഹിന്ദുവും സെക്യുലർ ഓഡിയൻസിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഈ പബ്ലിക്കിൽ പറയുമ്പോൾ നമ്മൾ ദിസ് ഇസ് ആൻ അസോൾട്ട് ഓൺ ഇന്ത്യൻ, നമ്മുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അറ്റാക്കാണ്. അതുപോലെ ക്രിസ്ത്യൻ വിറ്റ്നസ് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡയമെൻഷനുണ്ട്. അപ്പോൾ അങ്ങനെ ആ പള്ളിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയിൽ പുറത്ത് നിൽക്കുന്ന ഒരു ഹിന്ദു പയ്യനാണ്. അവൻ പറഞ്ഞത് അവൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മതേതരത്തിൻ്റെ ഭംഗിയാണ്. അവൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്, അവൻ ഹിന്ദുവാണ്. അപ്പോൾ അവൻ ഭാര്യയെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അവൻ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അവനത് പറഞ്ഞിട്ട് സാറ് പറഞ്ഞത് ശരിയല്ല എന്നാണ്. അവൻ മുഴുവൻ കേട്ടില്ല. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞ്. അപ്പോൾ അവൻ മുഴുവൻ ഹിന്ദി അത്ര മനസ്സിലാവുന്ന, അവന് ഒടിയ അറിയാം, ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഹിന്ദി അല്ല. ഞാൻ അവിടുത്തെ ഓഡിയൻസ് ഹിന്ദി സ്പീക്കിംഗ് ആയതുകൊണ്ട് ഞാൻ ഒരുവിധം നന്നായിട്ട് ഹിന്ദി പറയും. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞതാണ് അവിടുത്തെ ഹിന്ദുക്കൾ പോലും പറയുന്നത് ഞങ്ങൾ വിഡ്ഢികളയക്കുന്നത്. അവൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു ഹിന്ദു തന്നെ പറയാണ് സാറ് പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയല്ല. എന്നാ വെരി ഗുഡ്. അപ്പോൾ ഒറീസയിലെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും. പക്ഷേ മനസ്സിലാകാത്ത ഒരാൾക്ക് മാത്രമുള്ളൂ, ജുഡീഷ്യറിക്ക് മാത്രമേ ഉള്ളൂ. അത് ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും? സർട്ടൻലി ഇല്ലാതെ പറ്റില്ല. കാരണം എന്താണ്? കണ്ടമാൽ കെട്ടുകഥയുടെ അടിസ്ഥാനം ഈ സ്വാമി ലക്ഷ്മണാനന്ദ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ നിരപരാധികൾ തടവറയുന്നത് മലയാളത്തിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. സ്വാമി തന്നെ പറയുന്നതാണ്, മാർപ്പാപ്പയുടെയും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും മാർപ്പാപ്പയുടെയും സോണിയാഗാന്ധിയുടെയും ലക്ഷ്യം കണ്ടമാലിനെ പൂർണ്ണമായിട്ടൊരു ക്രിസ്തീയ പ്രദേശമാക്കാനാണ്. എന്നെ ഭഗവാന്മാർ ഹിമാലയത്തിൽ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനത് നിർത്തി, പക്ഷെ അതുകൊണ്ട് എനിക്ക് അപകടമാണ്. അപ്പോൾ ആരാണ് സ്വാമിയെ കൊന്നത്? ക്രിസ്ത്യാനികൾ. ഇത്രയധികം തുറന്നു വച്ചകളൊക്കെ നടത്തിയിട്ടും താങ്കളെ വെല്ലുവിളിക്കാനോ ഒരു ഡിബേറ്റിനോ ആരും തയ്യാറാവാത്തത് എന്തായിരുന്നു? അത് പറഞ്ഞ സത്യത്തിന് മുന്നിലിരിക്കാൻ ആർക്കും പറ്റില്ല. നുണ പറഞ്ഞ് നടക്കാൻ മൈക്കിൽ പറയും, പക്ഷേ സത്യം അറിയുന്ന ആളുടെ മുന്നിൽ നുണ പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ആരെങ്കിലും പരസ്യമായ ഡിബേറ്റിന് ഇന്ന് വരെ വന്നിട്ടില്ല. നമ്മുടെ കേരളത്തിലെ പേര് ഞാൻ പറയുന്നൊരു ചാനൽ, നമ്മൾ മുഖ്യമന്ത്രി എൻ്റെ പുസ്തകം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലൊരു ഇൻ്റർവ്യൂ ചെയ്യാതെ നമുക്ക് അവരെയും കൂട്ടിയിരുത്തിയിട്ട് ചർച്ച ചെയ്യാമെന്ന്. അങ്ങനെ 2 തവണ സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ആരും വന്നില്ല. ആദ്യത്തെ തവണ പറഞ്ഞു ആരും കിട്ടാനില്ല. നമ്മൾ പിന്നെ വേറൊരു ഡേറ്റ് വെച്ചു 2 ആഴ്ച കഴിഞ്ഞ്. എന്നോട് പറഞ്ഞു, തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു മുന്നേ പറഞ്ഞ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞു ആളും വരുന്നില്ല എന്ന്.
കാരണം ഇന്ന് വരെ അവർ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാത്ത വേറെ ഒന്നല്ല, സത്യത്തിൻ്റെ പവർ ഓഫ് ട്രൂത്ത് എന്ന് പറയും. ഞാനൊരു ഉദാഹരണം, ഒരു സംഭവം കൂടി പറയാണ്. ഇതിൻ്റെ കൺഫർമേഷൻ വരുന്നത് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ്. കാരണം ഓഗസ്റ്റ് 23 സ്വാമിയെ കൊന്ന ഡിസംബർ 19 വരെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായിട്ട്. അപ്പോൾ UN ഇന്ത്യൻ അംബാസിഡറോട് ഇന്ത്യൻ ഡെലിഗേറ്റ്സ്, NGO ഡെലിഗേറ്റ്സ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നിട്ടും UPA ഗവൺമെൻറ് ഒന്നും ചെയ്യാത്ത? സോണിയാഗാന്ധി ഇറ്റാലിയൻ ബാങ്ക് ക്രിസ്ത്യാനികൾ ഇതുപോലെ തിന്നൊടുക്കുന്നു, അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നു, എന്നിട്ട് എന്താണ് ഇവർ പ്രതികരിക്കാത്തത്? അപ്പോൾ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞ വാക്കുകൾ വളരെ രസമാണ്. ഇന്ത്യൻ അംബാസിഡർ പറയുകയാണ്, വി നോ ഓൾ ദിസ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇത് സോണിയാഗാന്ധിയെ കൊണ്ട് ഒറീസ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ച കെട്ടുകഥയാണ്. ആ കെട്ടുകഥ നിലനിർത്തണം. ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്ന് സംഘപരിവാർ പറഞ്ഞു. അപ്പോൾ ആര് ജയിലിൽ കിടക്കണം? ക്രിസ്ത്യാനികൾ ജയിലിൽ കിടക്കണം. ഈ കഥ തിരുത്തി എഴുതി പബ്ലിക് ഫോറത്തിൽ എല്ലാം ഇപ്പോൾ വളരെ വ്യക്തമാണ്. പക്ഷേ എന്നാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും കൂടി ഇത് എഴുതപ്പെടണം. എന്തായാലും അത് തന്നെ ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. സത്യമേവ ജയതേ. അതിനായുള്ള പോരാട്ടം ഏതറ്റം വരെ പോകാനും താങ്കൾ തയ്യാറാണ്? ഏതറ്റമൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പം ഞാൻ പറയും, ഇതൊന്നും വ്യക്തിപരമല്ല. എൻ്റെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ പേരുകൾ കേട്ടാണ് ആ സത്യത്തിൻ്റേത്. ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്യുന്നത് കുൽദീപ് നായർ, ഇന്ത്യയുടെ ആൾ പറഞ്ഞു ഇത് ആരും വായിച്ചിരിക്കേണ്ട. അതേ എൻ്റെ ബുക്ക് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഇംഗ്ലീഷ് ബുക്ക് ചിലരെ എതിർത്തു. ഇംഗ്ലീഷ് ബുക്ക് കൂടെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് സാഹിത്യ അക്കാദമിയിൽ എതിർത്തവരുണ്ട്. പക്ഷേ സുകുമാർ അഴീക്കോടാണ് അത് റിലീസ് ചെയ്തത്. ആൾ പറഞ്ഞത് ഇത് കേരളത്തിൽ പാഠപുസ്തകമാക്കണമെന്ന് പറഞ്ഞു. ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ഓരോ തൊഴിലാളി പോലും വായിച്ചിരിക്കും ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റിലീസ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ ദേവഗൗഡ വരാൻ പ്രധാനമന്ത്രി വരാമെന്ന് പറഞ്ഞ അവസാന നിമിഷം വളരെ ഡ്രാമയാണ്. പോലീസ് വരെ വന്നു, പക്ഷേ ദേവഗൗഡ പ്രധാനമന്ത്രി വന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണങ്ങൾ പലതാണ്. ഞാൻ അതിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറയുന്നില്ല. പക്ഷേ ഗൗരി ലങ്കേഷ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗൗരി ലങ്കേഷ് അത് റിലീസിനുണ്ടായിരുന്നു. മലയാളം നമ്മുടെ മുഖ്യമന്ത്രി റിലീസ് ചെയ്തു. ഒറീസയിൽ പ്രഫുല്ല സാമന്തര. അങ്ങനെ ഇന്ത്യയിൽ ഹൈദരാബാദിൽ, ബാംഗ്ലൂർ, ഷില്ലോങ്ങിൽ, ഇന്ത്യ മുഴുവൻ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാധ്യമപ്രവർത്തന രംഗത്തേക്കുള്ള കടന്നുവരവ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നിയമോടനം ഒക്കെ പൂർത്തിയാക്കിയതാണ് ദില്ലിയിൽ ചെന്ന്. അവിടെ ചെന്ന് 2 തവണ സുപ്രീം കോടതി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 തവണ സുപ്രീം കോടതിയിൽ പോയി എൻറോൾ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തനത്തിലേക്കുള്ള കടന്നുവരവ്? മാധ്യമത്തിൽ ഞാൻ ആക്സിഡൻ്റാണ്. അതെല്ലാം ലൈഫ് നമ്മൾ എൻ്റെ ദാറ്റ്സ് മൈ ഫെയ്ത്ത്. നമ്മൾ ആരും എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ലൈഫ് ഈസ് എ മിസ്റ്ററിയാണ്. അതൊരു രഹസ്യമാണ്. അത് നമുക്ക് പോലും മനസ്സിലാവില്ല. അത് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഗോഡല്ലോ, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. അതാണ് ദാറ്റ്. അല്ലെങ്കിൽ ഞാനിവിടെ സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ നല്ല ബ്രില്യൻ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ സിവിൽ സർവീസ് പഠിക്കണമെന്നായിരുന്നു പ്ലാൻ. അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ കോളേജിൽ വീണ്ടും അപ്ലൈ ചെയ്തു, ജോയിൻ ചെയ്തു, LLB ചെയ്തു. അതിങ്ങനെ ഓരോ സ്റ്റേജസ്. അപ്പോൾ നമ്മളിങ്ങനെ തുടർന്നു. പക്ഷേ ഹ്യൂമൻസ് നമുക്ക് കൺസേൺ ഫോർ പുവർ, അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. മാധ്യമപ്രവർത്തകർ സാധാരണ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. പക്ഷേ താങ്കൾ നിൽക്കുന്നത് ഈ കഴിഞ്ഞ 30-30 വർഷത്തിനിടയ്ക്കും വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി. ഇല്ലില്ല. അതാണ് ഇന്ന് വരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടില്ല. ഇൻ്റർനാഷണലാണ് ഇപ്പോഴും. ഇൻ്റർനാഷണൽ ലെവലിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അത് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്രീലാൻസ് ബേസ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് സ്റ്റാറ്റസ്. പലരും പറയാൻ റിസ്ക്കിയാണ്. അല്ലെങ്കിൽ അപ്പോൾ എവിടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യായിരുന്നു. എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ് എന്ന രീതിയിൽ തന്നെ ഇതിന് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും ഏത് പേപ്പറിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, മാഗസിനിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ തുടർച്ചയായി ചെയ്യുന്നത് അതിന് ഒരുപാട് റിസ്ക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം പലരും ആദ്യം നോക്കുക ജോബ് സെക്യൂരിറ്റിയാണ്. ഒരു സ്റ്റഡി ജോലി ചെയ്ത് സാലറി വാങ്ങിച്ച് പെൻഷൻ കിട്ടും. പെൻഷനൊക്കെ നോക്കി ജീവിക്കാൻ പോയി നമ്മളൊരിടത്ത് എത്തില്ല. ഓക്കെ, നമ്മൾ സുഖമായിട്ട് ഡീസൻ്റായിട്ട് ജീവിക്കുക. പിന്നെ പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ വട്ടോട്ടം ഓടുമ്പോഴാണ് പലപ്പോഴും ഒരുപാട് കോംപ്രമൈസസ് വരുന്നത്. ഇത് യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢമാണ്. അല്ല, ഇത്രയധികം ഈ ഒരു മുന്നോട്ട് പോകുമ്പോൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത്? നന്ദിയുള്ളത് ഞാൻ പറഞ്ഞ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഭുവനേശ്വറിൽ റിലീസൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഒരിടത്ത് നിൽക്കുന്ന പരിപാടി കഴിഞ്ഞാൽ അപ്പം സ്ഥലം വിടും. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു ഹിന്ദു മനുഷ്യൻ വന്നു. അവൾ പറഞ്ഞു, സാറിനെ TV വിയിലൊക്കെ കണ്ടല്ലോ, നിങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടു, ഒരു കോപ്പി കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആൾ പറയും, ഞാൻ അത് വാങ്ങിച്ചിട്ട് ആൾ പറയുകയാണ്, എന്തൊരു ത്രില്ലർ സ്റ്റോറിയാണ്. ഈ ഞാൻ പറയുന്നത് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല. ഇവിടെ സത്യത്തെ സ്നേഹിക്കുന്ന, പരസ്പര മനുഷ്യരോട് കമ്പാഷൻ, സഹാനുഭൂതി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഓവർവെൽമിങ് മെജോറിറ്റി രാജ്യത്തിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു കൊള്ളട്ടെ, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷവും മനുഷ്യസ്നേഹികളാണ്. ഇപ്പോൾ കണ്ടമാലിൽ തന്നെ ഒരു സിദ്ധേശ്വപ്രദ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ
ഒരു ആർമി റിട്ടയർഡ് മനുഷ്യനാണ്. അദ്ദേഹത്തെ ആ ഗ്രാമത്തിൽ ഇവർ പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്ന് ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയും അമ്പലത്തിൽ വന്ന് ഹിന്ദു ആകണം. അപ്പോൾ സിദ്ധേശ്വരപ്രധാൻ അവരെ ഗ്രാമത്തിൽ ക്രിസ്ത്യാനികളാക്കും. രാത്രിയാണ് ഇവർക്ക് ഡ്രിങ്ക്സ് കൊടുത്തിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരണം. വളരെ സിസ്റ്റമാറ്റിക്, ഒരു സ്പോണ്ടേനിയസ് അല്ല. ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഓരോ ഗ്രാമം തെരഞ്ഞു പിടിച്ചിട്ട് വരികയാണ്. അപ്പോൾ സിദ്ധേശ്വരപ്രധാൻ 2 കൈയും നീർത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഇവരെ തൊടാൻ സമ്മതിക്കില്ല. ഒരു ഹിന്ദുവാണ്, അദ്ദേഹത്തിനെ വെട്ടി നുറുക്കി. അതുപോലെ ദശരഥ പ്രധാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അവൻ്റെ ഗ്രാമത്തിൽ ടിയാങ്കിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇവർ ആക്രമിക്കാൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളെന്തിനാ ഇവരെ തല്ലാണ്, ഇവരെന്ത് കുറ്റം ചെയ്തിട്ട്, ഇവിടെയുള്ളവരൊന്നും ചെയ്തിട്ടില്ലല്ലോ, നീ അവരുടെ ഏജൻ്റാണെന്നും പറഞ്ഞ് അവനെ വെട്ടി നുറുക്കിയിട്ട് അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഞാൻ പണി കുറേ എടുത്തു. പക്ഷേ എനിക്ക് അത് വളരെ ടച്ചിങ് ആയിരുന്നു. ഞാൻ 3 ട്രിപ്പ്, ഈ കണ്ടമാലെന്ന് പറഞ്ഞ കേരളത്തിൻ്റെ 4-1 വലിപ്പമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ വളരെ ഇങ്ങനെ വിജനമായ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു കാട്ടിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ ഈ റാഞ്ചി പ്രധാൻ, ദശരഥ പ്രധാൻ്റെ അമ്മയെ കണ്ടു. അപ്പോൾ അമ്മ പറയാണ്, അവരെൻ്റെ ഇങ്ങനെ മകനെ എതിർത്തുകൊണ്ട് അമ്മയുടെ മുന്നിലിട്ട് വെട്ടി നുറുക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ. അവനും ഹിന്ദുവാണ്, അവന് വെട്ടി നുറുക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഈ കൈയും കാലൊക്കെ പറക്കി കൂട്ടി അത് മൂടിയിട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർ തിരിച്ചു വന്നിട്ട് ആ ഷീറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. ആ ഷീറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ്, ഒരു പട്ടി വന്നിട്ട് എൻ്റെ മോൻ്റെ കാലെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ ഹിന്ദുവാണ്, എൻ്റെ മകൻ ഹിന്ദുവാണ്, അവരെന്തിനാണിത് ചെയ്തത്? ഈ ഒരു ചോദ്യം, ഈ വർഗീയ സ്പർദ്ധ, ഇത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, അവരതിനെതിരാണ്. അതാണ് കണ്ടമാലയിലെ ഒരു മെസ്സേജ്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഈ യുദ്ധത്തിൽ, ഈ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള യുദ്ധത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രശസ്തരായ എഴുത്തുകാർ മുഴുവൻ എൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ മുഖ്യമന്ത്രി, അത് അല്ലെങ്കിൽ ഇപ്പോൾ ഗൗരി ലങ്കേഷ്, ബാംഗ്ലൂർ, ഒരുപാട് സ്വാമി. ഞാൻ എൻ്റെ ബുക്ക് റിലീസ് ചെയ്തൊരു സ്വാമിയാണ്, സ്വാമി അഗ്നിവേഷ്. സ്വാമിയെ കൊന്നതാര് എന്ന് പറഞ്ഞ പുസ്തകം ക്യാമ്പയിൻ തുടങ്ങുന്നത് സ്വാമിയെ കൊന്നതാര്. അപ്പോൾ ഇന്നാൾ ഞങ്ങൾ ഹിന്ദി ബുക്ക് റിലീസ് ചെയ്തു, കിസ്നെ മാരാ സ്വാമി ലക്ഷ്മണാനന്ദക്കോ, സ്വാമി അഗ്നിവേഷാണ്. അപ്പോൾ സ്വാമി പറയുകയാണ്, അല്ല, നമ്മളതിൻ്റെ ഒരു വൈരുദ്ധ്യം, ഒരു കോൺട്രഡിക്ഷൻ. പക്ഷേ ഇത് ഒരുപാട് മീഡിയ സ്വാധീനം, മാധ്യമ സ്വാധീനം, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നിരപരാധികൾ ജയിലിൽ കിടക്കുന്നത്. ഈ 7 നിരപരാധികൾ അവർ ജയിൽവാസം അനുഭവിച്ചു, ജയിലിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഈ കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് വേദനിക്കുന്ന, മതപീഡനത്തിനെതിരെ ശബ്ദിക്കുന്നു എന്ന് പറയപ്പെടുന്ന മലയാളി സമൂഹം, അവരെന്തുകൊണ്ട് ഇത് കണ്ടില്ല? അല്ലെങ്കിൽ അവർ വേദനയുണ്ടോ അതിന്? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവർ വളരെ സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ആഘോഷമായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടമാൽക്കാട്ടിൽ നടന്ന് നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് ബാധിക്കണമെന്ന്. പക്ഷേ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി അച്ഛനെ തല്ലി ചതച്ച് ചോരയിൽ കുളിച്ച് അണ്ടർവെയറിൽ നടത്തിയ സംഭവ പീഡനങ്ങളൊക്കെ അവിടെ നടന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിലാണ് ഒരു പക്ഷേ ഞാൻ കണ്ടമാലിൻ്റെ ഈ ഇവരെ മനസാക്ഷി ഒന്ന് ഇളക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് വിജയിച്ചു എന്ന് ഞാൻ പറയില്ല. പ്രതീക്ഷിച്ച നമ്മൾ ഇങ്ങനെയും പ്രബുദ്ധമായ കേരളത്തിലെ ഒരു സാമൂഹ്യ ലെവലിൽ ഇപ്പോൾ മാധ്യമരംഗത്ത് ഭയങ്കര കവറേജ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ളൊരു പ്രതികരണം, ഇപ്പോൾ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയിട്ട് നമ്മൾ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തു, ഇന്നസെൻസ് ഇംപ്രിസൻറ്റ്, വൈറലൊക്കെ 16 ലക്ഷം ഹിറ്റാണ് എൻ്റെ ഇൻ്റർവ്യൂ. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വാർത്ത വന്നു. നിരപരാധികൾ തടവറയിൽ എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ ഡബ് ചെയ്ത് അത് റിലീസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടും ഇതൊക്കെ കണ്ടമാൽ നമുക്കിത് ആ ഒരു വൈരുദ്ധ്യം. കാരണം ഇവിടെ നമ്മൾ ഈ ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് പറഞ്ഞ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ശബ്ദമുയർത്താൻ കേരളത്തിൽ വേണ്ടത്ര പ്രതികരണം ഉണ്ടായില്ല എന്നൊരു ദുഃഖം കൂടിയുണ്ട്. താങ്കൾക്ക് വേണ്ട പിന്തുണ നൽകിയവർ ആരൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ? നിയമപരമായ കാര്യങ്ങൾ ഒരു വലിയ ബർഡനായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ആരൊക്കെയാണ് പിന്തുണ നൽകിയിരുന്നത്? അല്ല, ഇത് എനിക്ക് പിന്തുണയല്ല. അവിടെ കണ്ടമാലിലുള്ളവർ അവരുടേതായ രീതിയിൽ സഭാ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. ADF, അലയൻസ് ഡിഫെൻഡിങ് ഫ്രീഡം, അവരാണ് ഈ ആദ്യത്തെ സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ ലീഗൽ കേസ് ഫയൽ ചെയ്തതും ഇതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തത്. പക്ഷേ എന്താ പറഞ്ഞ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ജഡ്ജ് പോലും നിരപരാധികളെന്ന് പറഞ്ഞിട്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഗതികേട്. അതിനുശേഷം ഹൈക്കോർട്ടിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് സഭയോട് ബന്ധപ്പെട്ട സംഘടനകളാണ്. അതിൽ
ഇപ്പോൾ കട്ടക് ഭുവനേശ്വർ ആർച്ച് ഡയസിസ് അവരാണ് സുപ്രീം കോടതിയിൽ ഇവർക്ക് ഒറീസ ഹൈക്കോടതിയിൽ 2 തവണ ജാമ്യം നിഷേധിച്ചപ്പോൾ HRLN ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഓർഗനൈസേഷനുണ്ട് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വളരെ ശബ്ദമുയർത്തുന്ന ഒരു കോളിൻ ഗൊൺസാൽവസ് എന്ന് പറയുന്ന ഒരു പ്രമുഖ സുപ്രീം കോടതി വക്കീലിന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരാണ് ഇവർക്ക് ജാമ്യത്തിന് വേണ്ടി ഈ 2 സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഇവർക്ക് വെയിലിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആൻറ്റോ അക്കരയുടെ യുദ്ധമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഒന്ന് കോടതിയിൽ ഒരു യുദ്ധം, നമ്മൾ ഒരു ജനങ്ങളുടെ കോടതിയിൽ ജനകീയ കോടതിയിലെ യുദ്ധമാണ് ഞാൻ നയിച്ചിരുന്നത്. സോഷ്യൽ മീഡിയ, ബുക്സ്, നമ്മൾ ഓൺലൈൻ ക്യാമ്പയിൻ ഇതെല്ലാം വഴി നമ്മൾ ചെയ്തിരുന്നത് ഇതിലേക്ക് ജനശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. നാച്ചുറലി അത് ജുഡീഷ്യൽ സിസ്റ്റത്തെയും ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പത്രങ്ങൾ മുഴുവൻ ആദ്യ കാലഘട്ടത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, അവിടുത്തെ ക്രിസ്ത്യാനിറ്റിക്ക് ആണെങ്കിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, ഒരു കോടതിയിലേക്ക് പോകാൻ. അവിടുത്തെ ഭയമുണ്ട്. കാരണം അത് ഇന്ത്യയുടെ, നമ്മൾ കേരള അല്ല ഇന്ത്യ, ഒറീസയിലൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷമാണ്. കാരണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പ്രതീക്ഷിച്ച സഹകരണമൊന്നും നിയമമൊന്നുമില്ല. എന്നോട് ഇൻ്റർനാഷണൽ എഡിറ്റേഴ്സൊക്കെ ചോദിക്കും, അപ്പോൾ അവിടെ പോലീസില്ലെന്ന്. ക്രിസ്ത്യാനികൾക്കെതിരെ ഭ്രഷ്ടാണ്. ഇവിടെ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു, അമ്പലത്തിൽ നിന്ന് കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, നിങ്ങളിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എഡിറ്റർ ചോദിക്കുകയാണ്, അപ്പോൾ അവിടെ പോലീസില്ലെന്ന് ഞാനിതിനൊന്ന് ഉത്തരം പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ പോയി. പക്ഷേ എനിക്ക് യാതൊരു ഉപദ്രവം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും 7 നിരപരാധികൾക്ക് ജയിൽ മോചനത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി അവർ ഇപ്പോൾ സമാധാനപരമായി പുറത്ത് ജീവിക്കുകയാണ്. അവർക്ക് നീതി ഉറപ്പാക്കാൻ കൂടി താങ്കൾക്കും താങ്കളുടെ പ്രവർത്തനങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രോസ് ടോക്കിൽ അതിഥിയായെത്തിയതിന് നന്ദി. താങ്ക് യു.